നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. അധികാരത്തിൽ വരുന്നത് ചരിത്രം കുറിച്ചുകൊണ്ടാണ്. ചെങ്കോട്ട എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM അല്ലാതെ മറ്റൊരു വിഭാഗം അങ്ങോട്ട് അടുക്കുക പോലുമില്ല എന്ന് വരുന്ന സാഹചര്യത്തിലായിരുന്നു അതിനെയൊക്കെ മാറ്റിക്കുറിച്ചുകൊണ്ട് കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. അധികാരത്തിൽ വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആര്യ എന്ന് പറയുന്ന മേയറായിരുന്ന ആളുടെ ഒരു ധാർഷ്ട്യം, അധികാര ദുർവിനിയോഗം അതൊക്കെ തന്നെയാണ്. ആര്യയുടെ ഈ ആജ്ഞാപനവും ആര്യയുടെ രീതികളും സഹിക്കവയ്യാതെയാണ് ജനങ്ങൾ മാറി ചിന്തിക്കാൻ തീരുമാനിച്ചത്. അത്തരത്തിൽ ജനങ്ങൾ മാറി ചിന്തിച്ചപ്പോൾ ബി.ജെ.പി. അധികാരത്തിൽ വന്നു. വളരെ നിർണായകമായ സീറ്റുകളായിരുന്നു ബി.ജെ.പിക്ക് ലഭിച്ചത്. ഒരു ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഒരു പിന്തുണ കൂടെ, സ്വതന്ത്രന്റെ പിന്തുണ കൂടെ മാത്രമുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള സമയത്ത് ഒരു സ്വതന്ത്രൻ കൂടെ പിന്തുണച്ചതോടുകൂടെ ബി.ജെ.പിയുടെ ഒരു ഭരണം കോർപ്പറേഷനിൽ വന്നു. പക്ഷേ ഇപ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് സുഗതൻ എന്ന് പറയുന്ന ബി.ജെ.പി. കൗൺസിലർ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ടാണ്. ഇതോടുകൂടെ അവർക്ക് ഭരണം തുടരാനുള്ള ഒരു സാഹചര്യം, അവിടെ സ്ഥാനം നഷ്ടമാകുമോ എന്നുള്ള സാഹചര്യം അടക്കം വരുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ. എങ്ങനെയെങ്കിലും സുഗതനെ ജയിലിൽ നിന്ന് പുറത്തിറക്കി വീണ്ടും കൗൺസിൽ യോഗത്തിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ബി.ജെ.പി. കാപ്പ കേസ് പ്രതിയെ കൗൺസിലിൽ വാഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM-ഉം അതോടൊപ്പം തന്നെ UDF-ഉം ശക്തമായ സമരങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായി. ഇപ്പോഴത്തെ നിലവിൽ ബി.ജെ.പിക്ക് ചെറിയൊരു ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. കാപ്പ കേസ് പ്രതിയായിട്ടുള്ള ബി.ജെ.പി. കൗൺസിലർ ആർ സുഗതന് ഒരു ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. നെടുമങ്ങാട് കോടതിയാണ് സുഗതന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതോടുകൂടെ തങ്ങളുടെ പ്രതിസന്ധിയെല്ലാം മറികടന്നു എന്നാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് ബി.ജെ.പി. പ്രവർത്തകരൊക്കെ വാദിക്കുന്നതെങ്കിൽ പോലും അതല്ല യാഥാർത്ഥ്യം. സുഗതന് നെടുമങ്ങാട് കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ചു എങ്കിൽ പോലും ഇനിയും കടമ്പകൾ ഏറെയുണ്ട്. തിരുവനന്തപുരത്ത് സുഗതൻ കാലുകുത്തണമെങ്കിൽ സുഗതൻ മറികടക്കേണ്ടുന്ന വലിയ കടമ്പ എന്ന് പറയുന്നത് ഹൈക്കോടതി വിധി തന്നെയാണ്. അതായത് നിലവിൽ നെടുമങ്ങാട് കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ജാമ്യം കൊണ്ട് മാത്രം സുഗതന് തിരുവനന്തപുരത്തേക്ക് എത്താൻ സാധിക്കില്ല എന്ന് ചുരുക്കം. കാപ്പ ചുമത്തിക്കൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് സുഗതനെ മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കേസിൽ കൂടെ ഒരു കൃത്യമായ നടപടി ഉണ്ടായാൽ തന്നെ മാത്രമേ സുഗതന് തിരിച്ചു വരാൻ സാധിക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അങ്ങനെ സുഗതൻ ഇനി പങ്കെടുക്കണം എങ്കിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഹൈക്കോടതിയിലൊരു നടപടി ഉണ്ടാകണമെന്ന് ചുരുക്കം. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി നിലവിൽ ജൂലൈ 13 വൈകിട്ട് 5 മുതൽ ജൂലൈ 14 രാത്രി 9 മണി വരെ നെടുമങ്ങാട് കോടതി ജാമ്യം അനുവദിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മാർച്ചിൽ വട്ടിയൂർക്കാവ് വെള്ളക്കടവ് ജംഗ്ഷനിൽ വച്ച് അരുവിപ്പുറം കുളുമല സ്വദേശി പ്രശാന്തിനെ മർദ്ദിച്ചു എന്ന കേസിലും കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ ആക്രമിച്ച കേസിലുമാണ് നിലവിൽ സുഗതൻ ജാമ്യ ഹർജി നൽകിയിരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ 101 അംഗ ഭരണസമിതിയിൽ സുഗതൻ ഉൾപ്പെടെ 50 അംഗങ്ങളാണ് ബി.ജെ.പിക്കുള്ളത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെയാണ് ബി.ജെ.പി. ഭരണം നടത്തുന്നത്. സുഗതന്റെ 6 മാസത്തെ കാപ്പ ഉപദേശക സമിതി കഴിഞ്ഞ ദിവസം ശരിവച്ചിരുന്നു. സുഗതനെ തടങ്കലിൽ വയ്ക്കാൻ തക്കതായ കാരണമുണ്ടെന്നാണ് ഉപദേശക സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. ഇതുപ്രകാരം സുഗതന്റെ തടങ്കൽ തുടരുമെന്ന് കാട്ടി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് ബി.ജെ.പിക്ക് കോർപ്പറേഷനിൽ ഈ പറയുന്ന ആത്മവിശ്വാസം തുടരണമെങ്കിൽ വലിയൊരു കടമ്പ മുൻപിലുണ്ട് എന്ന് ചുരുക്കം. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടിയാൽ മാത്രമേ അറസ്റ്റിലായ സുഗതൻ ജൂലൈ 10 മുതൽ 6 മാസം ജയിലിൽ തുടരേണ്ടുന്ന സാഹചര്യത്തിൽ സുഗതന് തിരുവനന്തപുരത്തേക്ക് കാലുകുത്താൻ സാധിക്കൂ എന്ന് ചുരുക്കം. എന്തായാലും കോർപ്പറേഷൻ ഭരണത്തിൽ ഭൂരിപക്ഷം നിലനിർത്താൻ നെട്ടോട്ടമോടുകയാണ് ബി.ജെ.പി. എന്നത് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ അത് വലിയ രീതിയിൽ ചോദ്യചിഹ്നമായിട്ട് അവർക്ക് മുൻപിൽ നിൽക്കുന്നു. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം ഇന്ന് വന്നിരിക്കുകയാണ്. പക്ഷേ അത്തരമൊരു തീരുമാനം അനുകൂലമായി വന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ സുഗതനൊരു ആശ്വാസമാകുന്ന രീതിയിൽ വന്നെങ്കിൽ പോലും ഇനിയും കടമ്പകളേറെയുണ്ട്. കാപ്പ നിയമപ്രകാരം തടവിൽ കഴിയുന്ന സുഗതന് സമയം നീട്ടിക്കിട്ടിയില്ല എങ്കിൽ കൗൺസിലർ സ്ഥാനം നഷ്ടമായേക്കുമെന്നുള്ള ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ കൗൺസിലർ സ്ഥാനം നഷ്ടമായാൽ കേവല ഭൂരിപക്ഷം
BJPക്ക് തുലാസിലായിരിക്കും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. സത്യപ്രതിജ്ഞ ലംഘനത്തിന്റെ പേരിൽ ഹൈക്കോടതി സത്യപ്രതിജ്ഞ ചെയ്ത ആളുകളുടെയൊക്കെ ആ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് അയോഗ്യത ആക്കിയിരുന്നു. അതിൽ പെടുന്ന ഒരാളാണ് സുഗതൻ. ജൂലൈ 24-നകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തില്ല എങ്കിൽ സുഗതന് കൗൺസിലർ സ്ഥാനവും നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ അയോഗ്യരാക്കപ്പെട്ട മറ്റ് BJP അംഗങ്ങളെല്ലാം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞപ്പോൾ സുഗതൻ മാത്രം ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രത്യേക അനുമതി തേടിയാണ് ഇപ്പോൾ അടിയന്തര ഹർജി നൽകിയത്. കാപ്പ നിയമപ്രകാരം തടങ്കലിൽ കഴിയുന്ന പ്രതിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനായി സാങ്കേതിക ഇളവുകൾ നൽകാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് നിയമപരമായി അധികാരമില്ലെന്നാണ് പ്രോസിക്യൂഷൻ ഈ വിഷയത്തിൽ ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വാദം. സുഗതന്റെ ജാമ്യാപേക്ഷ കോടതി മുൻപ് തള്ളിയ കാര്യവും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഇതിനിടെ സുഗതന്റെ 6 മാസത്തെ കാപ്പ തടവ് ശിക്ഷ കാപ്പ ഉപദേശക സമിതി ശരിവച്ചത് BJPക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഇതോടെ അടുത്ത 6 മാസത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കാൻ പോലും സുഗതന് സാധിക്കില്ല, വിലക്കാണ്. ഉപദേശക സമിതി തീരുമാനം ചോദ്യം ചെയ്ത് ഇനി ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ് BJPക്ക് മുൻപിലുള്ള സുഗതന് മുൻപിലുള്ള ഏക പോംവഴി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹൈക്കോടതിയും അപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ സുഗതൻ ജയിലിൽ തുടരേണ്ടി വരും. ഈ പറയുന്ന ജൂലൈ 24-ഓടുകൂടെ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് കോർപ്പറേഷനിലെ BJP ഭരണത്തെ തന്നെ കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ്, ക്ഷേത്ര ഉത്സവത്തിനിടെ കുളുമല സ്വദേശി പ്രശാന്തിനെ വധിക്കാൻ ശ്രമിച്ച കേസ് എന്നിവയടക്കമാണ് നിലവിൽ സുഗതനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ചുമത്തിയിരിക്കുന്ന കേസുകൾ. കാപ്പ ചുമത്തി അയാളെ നാട് കടത്തി എന്നുള്ളതും ശ്രദ്ധേയം. ക്രിമിനൽ പശ്ചാത്തലമുള്ള സുഗതനെ കൗൺസിലിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് LDFും UDFും ശക്തമായി തന്നെ രംഗത്തുണ്ട്. എന്നാൽ ഭരണപക്ഷ സ്വാധീനത്തിൽ പോലീസ് ചമച്ച വ്യാജ കേസുകളാണ് ഇതെന്നാണ് BJPയുടെ ഔദ്യോഗിക നിലപാടും അവർ പറയുന്ന കാര്യവും. എന്തായാലും സുഗതനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ചക്രശ്വാസം വലിക്കുകയാണ് തിരുവനന്തപുരം ഭരണസമിതി എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്.